നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ദേവി പ്രീതികരമായ കാര്യങ്ങൾ ഏവരും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന 15 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം സംഭവിക്കുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നാളത്തെ ദിവസം ഈ കൂട്ടർക്ക്, അതായത് ഈ 15 നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റത്തിൻ്റെ ഒരു ദിനമായിരിക്കും. വളരെ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന പലവിധ കാര്യങ്ങളും സംഭവിക്കുകയും വളരെ വലിയ സന്തോഷങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിനമായിരിക്കും. ദേവി പ്രീതികരമായ കാര്യങ്ങൾ ഏവരും, അതായത് 27 നക്ഷത്രക്കാരും ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ യശസ്സ്, നേട്ടങ്ങൾ, ഐശ്വര്യം ഇതൊക്കെയും വന്നു ചേരും. ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതുമാണ്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെയധികം പ്രയോജനകരമായി മാറുന്ന ഒരു ദിനമാണ്. ഏത് പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെട്ടാലും ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമുണ്ടാവുകയില്ല, മറിച്ച് ലാഭമായിരിക്കും ഉണ്ടാകുന്നത്. കൂടാതെ ഊർജം നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് എനർജി ഫീൽ ചെയ്യാനുള്ള കാരണം ദൈവാധീനം ധാരാളമായി ഉള്ളതിനാലാണ് നിങ്ങൾക്ക് നാളത്തെ ദിവസം പൂർണ്ണമായൊരു പ്രത്യേക ഒരു എനർജി വരുന്നതും ആ എനർജിയോടുകൂടി നിങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അത് വിജയത്തിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നേട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. കർമ്മമേഖലയിലും നാളെ നേട്ടത്തിൻ്റെ ദിനമായിരിക്കും. നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മവുമായി ബന്ധപ്പെട്ടും നാളത്തെ ദിവസം വളരെ നല്ല നേട്ടത്തിൻ്റെ ദിനമായിരിക്കും. അപ്പോൾ ഉദ്യോഗം അന്വേഷിച്ചിറങ്ങുന്ന ആളുകൾക്കും നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഉദ്യോഗം ലഭിക്കാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാലും നാളത്തെ ദിവസം വളരെയധികം ലാഭമുണ്ടാകുന്ന ഒരു ദിവസമാണ്. മുന്നേയുള്ള ദിവസങ്ങളിലെ നഷ്ടങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു ലാഭം നാളത്തെ ദിവസം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ലഭിക്കും. പുതിയ ചില ആശയങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി നാളത്തെ ദിനം നിങ്ങൾക്ക് വന്നു ചേരും. അത് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നിങ്ങളുടെ ഭാവി എങ്ങനെ ശോഭനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ചിന്ത പ്രാബല്യത്തെ കൊണ്ടുവരുന്ന തരത്തിലുള്ള പലവിധ ആശയങ്ങളും മനസ്സിലേക്ക് വരികയും അതിന് ഒന്ന് പ്ലാനൊക്കെ തയ്യാറാക്കി അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നാളത്തെ ദിവസമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് നേട്ടമായി മാറുന്ന പല പദ്ധതികളും ഇടാനൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കും. നിങ്ങൾ നാളെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ രാവിലെ കുളിച്ച് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ, അതായത് ജോലിക്കാവും പോകുന്നവരുണ്ടാകും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യയ്ക്ക് വേണ്ടി പോകുന്ന കുട്ടികളുണ്ടാകും. ഏത് ആളുകളായാലും അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് തുണയായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും ഒക്കെ ആകെ ഒരു ഡള്ളായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ചില സുഹൃത്തുക്കളുടെ സഹായമൊക്കെ വന്നെത്തും. അവർ നിമിത്തം ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്തിച്ചേരുന്നതാണ്. കുടുംബത്തിൽ ചില തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ മുന്നേ നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ആയിരിക്കും. പക്ഷേ അത് വളരെയധികം നിങ്ങളെ ബാധിക്കുകയില്ല. കാരണം അതിനേക്കാൾ വളരെ വലിയ സന്തോഷം സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകുന്ന, ഒരു പ്രതീക്ഷ നാമ്പിടുന്ന ചില സൂചനകളും ഉണ്ടാകും. സ്വയം നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. കലുഷിതമായ രീതിയിൽ ഈ കാര്യങ്ങളെ കൊണ്ടുപോകാതെ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്താൽ വളരെയധികം ഉത്തമമായിരിക്കും. അഭിവൃദ്ധി ദൃശ്യമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ നിങ്ങളൊന്ന് അല്പം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിനമാണ്. അതിൻ്റേതായ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടാകും. വളരെ നാളിന് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനും പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാനും സാധ്യമാകും. ആ സുഹൃത്ത് മുഖേന ചില നല്ല വഴികൾ, ജീവിതത്തിൽ മുന്നോട്ട് സന്തോഷത്തോടെ എങ്ങനെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയുമുള്ള ചില വഴികളൊക്കെ ലഭിക്കാനും ആ വഴി പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ നാളത്തെ ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം എള്ളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എള്ളു ഇരിപ്പുണ്ടെങ്കിൽ അല്പം എള്ള് ആ വെള്ളത്തിലിട്ട് നിങ്ങളൊന്ന്
കുടിക്കുകയല്ല, കുളിച്ചാൽ മതി. അപ്പോൾ എള്ള് അല്പം, ഒരുപാടൊന്നും കൊണ്ട് ഒരു കൈ നിറയെ എള്ളൊന്നും ഇടണ്ട, അല്പം ഒരു 2 നുള്ള് എള്ളിട്ട് ആ വെള്ളം കുളിക്കുക. അത് കുളിക്കുന്നതിലൂടെ ദാമ്പത്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ അത് മാറുന്നതിന് സഹായിക്കും. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് സാധാരണയിൽ കവിഞ്ഞൊരു ഊർജം തോന്നുന്ന ദിവസമായിരിക്കും നാളത്തേത്. സാധാരണ എന്ത് ജോലി ചെയ്താലും പെട്ടെന്ന് ആകെ തളരുന്ന നിങ്ങൾക്ക് ആ ഒരു തളർച്ചയൊന്നും തോന്നാത്ത ഒരു ദിനമായിരിക്കും. കുടുംബത്തിലെ ചില മുതിർന്ന ആളുകളിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചില അറിവുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ അറിവ്, ആ നിർദ്ദേശങ്ങളൊക്കെ ഭാവിയിലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം ഉയർത്തുന്നതിനും സഹായിക്കുന്നതാണ്. നാളത്തെ ദിവസം പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും ദേഷ്യപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ നിങ്ങൾ ഒന്ന് രമ്യതയിലാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ പങ്കാളിയോട് സൗമ്യമായി പെരുമാറാൻ നാളത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നാലും അതിനെ ഒന്ന് ക്ഷമിച്ചാൽ ഭാവിയിൽ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കും. നാളത്തെ ദിവസം അല്പം ഒന്ന് മയപ്പെട്ട് നിങ്ങൾ പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സാമ്പത്തികമായ ഒരു മാറ്റമൊക്കെ വരാൻ പോകുന്ന ചില പദ്ധതികളൊക്കെ തുടക്കമിടാൻ സാധിക്കുന്ന ഒരു ദിനമാണ് നാളത്തേത്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അത് ഒഴിവാക്കി തുടങ്ങുക. പതിയെ ചില ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. എടുപിടി എന്ന് പറഞ്ഞ് സാധിക്കില്ലെങ്കിൽ പോലും നാളത്തെ ദിവസം മുതൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി തുടങ്ങാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതം വളരെ ഒരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ പോവുകയുള്ളൂ. അനുകമ്പയും ദയയും നിറഞ്ഞൊരു സ്വഭാവമാണ് നിങ്ങളത്. അത് ചിലപ്പോൾ മറ്റുള്ളവർ മുതലെടുക്കാൻ നാളത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് വെച്ച് മറ്റുള്ളവർ മുതലെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങളുടെ ജന്മനാ ഉള്ളതാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് അതായത് ദയയും അനുകമ്പയുമായിട്ട് ചെല്ലുന്ന ചില സമയങ്ങളിൽ, ചില അവസരങ്ങളിൽ അവരത് അർഹിക്കുന്നില്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ നമ്മുടെ ദയ, അനുകമ്പ ഇതൊക്കെയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് പരാജയം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും നാളെ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാത്ത വളരെ വലിയ തിരക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിനമായിരിക്കും. ദാമ്പത്യ ജീവിതവുമായി ബന്ധിച്ച് നോക്കുമ്പോൾ നാളത്തെ ദിവസം പങ്കാളിയോടൊത്ത് ധാരാളം സമയം ചിലവഴിക്കാൻ സാധിക്കുകയും അത് ബന്ധം വീണ്ടും ദൃഢമാകുന്നതിന് സഹായം ചെയ്യുന്നതുമാണ്. അപ്പോൾ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഒന്നുമല്ലെങ്കിലും അല്പം മിഠായി എങ്കിലും വാങ്ങിച്ച് ചില കുട്ടികൾക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത് വളരെയധികം ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് ബിസിനസ്സിൽ ലാഭത്തിൻ്റെ ദിനമായിരിക്കും നാളെ. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ലാഭം, നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നടക്കുന്ന ദിനമാണ്. ഒരു പഴയകാല സുഹൃത്തിൻ്റെ ഉപദേശമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഉപദേശം നിമിത്തം ഒരു വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതായത് ആ ഒരു സുഹൃത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തെ തള്ളിക്കളയുകയല്ല വേണ്ടത്, അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റവും നേട്ടവും മേന്മയും വന്നു ചേരും. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകുന്ന ദിനം കൂടിയാണ്. അല്പം വിഷമം നൽകുന്നൊരു വാർത്ത ശ്രവിക്കേണ്ടതായൊക്കെ വന്നേക്കാം. ചിലപ്പോൾ അല്പം വിഷമം നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കേൾക്കേണ്ടതായ ഒരു അവസ്ഥ കൂടി വന്നേക്കാം. സ്വന്തം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കാനായി ശ്രമിക്കുക. സ്വന്തം ആഹാര കാര്യങ്ങളിൽ, സ്വന്തം മരുന്ന് കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്കൊക്കെയായി അല്പം സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം കാര്യങ്ങൾ നോക്കാതിരുന്ന നിങ്ങൾക്ക് ഇനി സ്വന്തം കാര്യങ്ങൾക്കും അല്പം സമയം ചിലവഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാളത്തെ കാര്യം, പങ്കാളി നിമിത്തം ചെറിയ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളാണ്, അതൊന്നും വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാൻ കൂടി നാളത്തെ ദിവസം ഒന്ന് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ നാളത്തെ ദിവസം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മാത്രമല്ല, ചെറിയ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും നാളത്തെ ദിവസം എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോയി നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജ്ജം വന്നെത്തുന്നതിന് സഹായിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ധൈര്യമായി മുന്നോട്ട് പോവുക. ഉത്തമമായ ഒരു ദിനമായിരിക്കും നാളെ.